ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയുടെ റിസൾട്ട് കാണുന്ന ഡോക്ടർ ദേവിയോടും ആനന്ദിനോടും പറയാണ്, ഈ കുട്ടി പ്രഗ്നൻ്റ് അല്ല കേട്ടോ, സോറി എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവിക്ക് ആകെ സങ്കടം വരിക. അല്ല, ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുട്ടിയുടെ മുഖത്ത് വല്ലാത്ത ടെൻഷനുണ്ടല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മൂത്ത കുട്ടിക്ക് 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇനിയും സമയമുണ്ട്, ഒരു 3 വർഷം കഴിഞ്ഞിട്ടൊക്കെ അടുത്ത കുട്ടിയെപ്പറ്റി ആലോചിച്ചാലും മതി എന്നിങ്ങനെ ഡോക്ടർ പറയണേ. അത് കേൾക്കുമ്പം ആനന്ദ് പറയും, അയ്യോ ഡോക്ടർ, ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയാണ് ഇത് എന്ന് പറയാം. കുട്ടിയുടെ പേര് ദേവിക എന്നല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീദേവി പറയും, അല്ല ഡോക്ടർ, ഞാൻ ദേവി, ശ്രീദേവി എന്ന് പറയാം. അപ്പം നേഴ്സിനോട് ഡോക്ടർ ചോദിക്കും, ഇതെന്താ ഈ പേര്, ശ്രീദേവി എന്നുള്ള പേരല്ലല്ലോ ഇത് കാണിക്കുന്നത്, ഇതെന്ത് പറ്റിയതാ എന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ ഡോക്ടർ, ഇവരുടെ റിസൾട്ട് ഞാൻ ഏറ്റവും മുകളിൽ തന്നെ വെച്ചിരുന്നതാ, അതെങ്ങനെ മാറിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ എല്ലാ റിസൾട്ടുകളിലും ശ്രീദേവി എന്നുള്ള പേര് നോക്കുവാണേ. അങ്ങനെ ആ ഫയൽ കിട്ടുക. സോറി കേട്ടോ, ഫയൽ മാറിപ്പോയതാ, ഇതൊന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞ് ആ റിസൾട്ടൊക്കെ നമ്മുടെ ഡോക്ടർ നോക്കുക. നോക്കിക്കഴിയുമ്പം ആനന്ദിനോടും ശ്രീദേവിയോടും പറയും, കൺഗ്രാജുലേഷൻസ്, ഈ കുട്ടി പ്രഗ്നൻ്റ് ആണേ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശ്രീദേവി ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്താ ഡോക്ടർ പറഞ്ഞത്? കുട്ടി താൻ പ്രഗ്നൻ്റ് ആണെന്ന്, ശ്രീദേവി പ്രഗ്നൻ്റ് ആണെന്ന് കേട്ടില്ലേ എന്ന് ചോദിക്കുക. കേട്ടു ഡോക്ടർ. പെട്ടെന്ന് നമ്മുടെ ദേവിയുടെ കണ്ണൊക്കെ അങ്ങ് നിറയുവാണ് കേട്ടോ. അയ്യോ, ഇത്ര പാനിക്കൊന്നും ആവരുത് ഈ സമയത്ത് എന്ന് ഡോക്ടർ അപ്പോൾ വീണ്ടും പറയും. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രീദേവി തല ഇറങ്ങി ആനന്ദിൻ്റെ ദേഹത്തേക്ക് വീഴുക. ആനന്ദ് ചാടി കയറി പിടിക്കും കേട്ടോ. ആനന്ദ് ദേവി ദേവി എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പം ദേവി കണ്ണു തുറക്കുന്നില്ല. താൻ ടെൻഷൻ അടിക്കാതെടോ, ആ കുട്ടീനെ എടുത്ത് ആ ബെഡിലേക്ക് കിടത്ത്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നും ഡോക്ടർ അപ്പോൾ പറയാം. അങ്ങനെ ശ്രീദേവിനെ ഡോക്ടറാണ് നല്ല രീതിയിൽ ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്യും. കുട്ടിയുടെ ബോഡി നല്ല വീക്കാണ്, നല്ല സ്ട്രെസ്സ് കാണുന്നുണ്ട്, ഈ സമയത്ത് ഇതൊന്നും പാടില്ല എന്ന് ആനന്ദിനോട് പറയും. അപ്പോൾ ദേവി പതിയെ എഴുന്നേക്കും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഏറ്റവും സന്തോഷത്തോടെ കഴിഞ്ഞു പോകേണ്ട നിമിഷങ്ങളാണ് ഇത്. നമ്മൾ ടെൻഷനൊക്കെ കയറിയാൽ അത് കുഞ്ഞിനെയും ബാധിക്കും. പിന്നെ ഈ മാസം ഒന്ന് കഴിയട്ടെ, ഈ മാസം അവസാനമൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. പിന്നെ ഫോളിക് ആസിഡും അയൺ ടാബ്ലറ്റ്സും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതൊക്കെ സമയത്തിന് കഴിക്കണം എന്നെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കട്ടിപ്പണികളൊന്നും ചെയ്യരുത്, ഈ കാര്യങ്ങളൊക്കെ തൽക്കാലം ശ്രദ്ധിച്ചാൽ മതി, പിന്നീട് സ്കാൻ ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയണേ. അപ്പോൾ ആനന്ദിനും വളരെയേറെ സന്തോഷമാവുക. ആനന്ദ് മനസ്സിൽ പറയും, അപ്പോൾ ഇവള് പറഞ്ഞതൊക്കെ സത്യമായിരുന്നല്ലേ, ഞാൻ ശരിക്കും ഒരു അച്ഛനാകാൻ പോവുക, എന്നാലും ശരിക്കും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് മനസ്സിൽ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതേസമയം ദേവിക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എൻ്റെ കൃഷ്ണ, ഞാൻ ശരിക്കും പ്രഗ്നൻ്റ് ആണോ, ഞാൻ ശരിക്കും ഒരു ഗർഭിണിയാണല്ലേ, അതിനർത്ഥം ഞാനൊരു അമ്മയാവാൻ പോവാണെന്നല്ലേ, എൻ്റെ ആനന്ദേട്ടൻ ഇനി എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നല്ലേ. നീ എന്നെ കാത്തു, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ എന്താണോ അവരെ വിളിച്ച് ഈ വാർത്തയൊന്ന് അറിയിക്കട്ടെ, അല്ലെങ്കിൽ അവർ രണ്ടും എന്തെങ്കിലും കടിഞ്ചിങ്കൈ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നൊക്കെ ദേവി ഇങ്ങനെ മനസ്സിൽ പറയാം. അപ്പം ദേവി ആനന്ദും കൂടി പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം ആനന്ദ് പറയും, താൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും ഞാനത് വിശ്വസിച്ചില്ലായിരുന്നു, എല്ലാ തവണത്തെ പോലെയും ഇത്തവണ താനെന്നെ പറ്റിച്ചതാണെന്നാണ് ഞാൻ കരുതിയത്. ദേവമംഗലത്തെ എങ്ങനെയെങ്കിലും മടങ്ങി കയറാൻ വേണ്ടി താനും തൻ്റെ വീട്ടുകാരും കൂടി കള്ളം പറഞ്ഞതാണെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആശുപത്രിയിലേക്കൊന്ന് കൊണ്ടുവന്നതും എന്ന് ആനന്ദ് പറയാം. അപ്പം ദേവി ചോദിക്കും, ഇപ്പോൾ ആനന്ദേട്ടന് വിശ്വാസമായില്ലേ, ഈ കാര്യത്തിൽ ഒരിക്കലും ഈ ദേവി കള്ളം പറയില്ലെന്ന് ആനന്ദേട്ടന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് മനസ്സിലായി എന്ന് അപ്പം ആനന്ദ് പറയാം. അതെ ആനന്ദേട്ട, എനിക്കൊന്ന് അമ്മേനെ അച്ഛനെ വിളിക്കണമായിരുന്നു. അപ്പം ആനന്ദ് പറയും, ഇപ്പോൾ എന്തിനാ അവരെ വിളിക്കുന്നത്, ഇപ്പോഴല്ലേ വീട്ടിൽ നിന്നല്ലേ ഇങ്ങ് പോകുന്നത്, ഇനി എന്തായാലും വിളിക്കാനൊന്നും നിൽക്കണ്ട, അല്ല നിനക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ദേവമംഗലത്ത് ചെന്നിട്ട് ഇനി വിളിച്ചാൽ മതി എന്നൊക്കെ. അയ്യോ അതല്ല ആനന്ദേട്ട, എനിക്ക് അത്യാവശ്യമായിട്ട് വിളിക്കേണ്ട ഒരു കാര്യമാണ്, അല്ല ഇപ്പം എന്ത് അത്യാവശ്യമെന്നാണ് നീ പറയുന്നേ, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് ആനന്ദ് അപ്പം ദേവിയോട് പറയും. പ്ലീസ് ആനന്ദേട്ട, എനിക്ക് അവരെ ഒന്ന് വിളിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് ദേവി നിർബന്ധം പിടിക്കുവാണേ. അതേസമയം നമ്മുടെ ഉദയഭാനു ശ്രീകലയും ആ വിഷത്തിൽ നിന്ന് 2 ഗ്ലാസ്സിലേക്ക് വിഷമൊക്കെ പകർത്തിയെടുക്കുക. അപ്പോൾ ശ്രീകല പറയും, നമുക്ക് മരിക്കാലേ ഉദയേട്ട, ഇനി നമ്മുടെ മോളില്ലാത്ത ഈ ലോകത്ത് നമ്മളായിട്ട് എന്തിനാ ജീവിക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇപ്പം തന്നെ നശിച്ചു കാണും, ആനന്ദ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണും, അതുമാത്രമല്ല ദേവമംഗലത്ത് പോയി അവിടെയുള്ള എല്ലാവരോടും ദേവിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ചും കാണും, അങ്ങനെ വന്ന് നമ്മുടെ കുഞ്ഞ് പിന്നെ ജീവിച്ചിരിക്കുകയല്ല, അവൾ ഇപ്പോൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോന്നാ എൻ്റെ സംശയം എന്നൊക്കെ പറയാം. അപ്പോൾ ഉദയഭാനു പറയും, അങ്ങനൊരു വാർത്ത നമ്മുടെ ചെവി കേൾക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ലോകം വിട്ടു പോകാം ശ്രീകലെ,
നമ്മളിവിടെ ജീവനോടെ ഇരുന്നാലല്ലേ നമ്മുടെ മോളുടെ മരണവാർത്ത നമ്മൾ കേൾക്കേണ്ടി വരുള്ളൂ. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്കും എല്ലാം പറ്റുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതിലും നല്ലത് നമുക്കും പോയേക്കാം, നമ്മുടെ മോൾ എത്തുന്നതിന് മുന്നേ നമുക്കും പോയേക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും വിഷം കുടിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ ഉദയഭാനു പറയും, എങ്കിലും ഇത്രയും വലിയ ചതി ദൈവം നമ്മളോട് കാണിച്ചല്ലോ, ഒന്നുമില്ലാത്തവരാക്കി നമ്മളെ കളഞ്ഞു, ഇപ്പം നമ്മുടെ കുഞ്ഞും ആ അവസ്ഥയിലേക്ക് ഇറങ്ങുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനു കരഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം ശ്രീകല പറയും, ഉദയേട്ടൻ ഇങ്ങനെ കരയല്ലേ, എന്തായാലും നമുക്ക് ഈ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ആ വിഷക്കുപ്പി എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് കേട്ടോ ദേവിയുടെ ഫോണ് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഉദയഭാനു ചോദിക്കും, ആരാ ശ്രീകലെ ഈ സമയത്ത് സമാധാനത്തോടെ ഒന്ന് മരിക്കാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നേ എന്ന് ചോദിക്കുക. ഞാൻ നോക്കട്ടെ ഉദയേട്ടാ. അയ്യോ ഇത് നമ്മുടെ മോളാ. ഓ എടുക്കണ്ട ശ്രീകലെ, അവളുടെ സങ്കടങ്ങൾ പറയാൻ കരയുന്നതായിരിക്കും. ഇനി അവൾ കാണിയല്ലെന്ന് പറയാൻ വിളിക്കുന്നത് അവള്. ഇവിടുന്ന് പോയപ്പോഴും അതൊക്കെയല്ലേ പറഞ്ഞിട്ട് പോയത്. ദേവമംഗലത്ത് എല്ലാം അറിഞ്ഞു കാണും. ആനന്ദം ഇപ്പോൾ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യവും ഒക്കെ അറിഞ്ഞ് അവളെ ഉപേക്ഷിച്ച് കാണും. നമ്മുടെ മോളെ മരിക്കുന്നതിന് മുന്നേ നമ്മളെ വിളിച്ചതായിരിക്കും, നീ അത് അറ്റൻഡ് ചെയ്യണ്ട എന്ന് പറയാം. അപ്പോൾ ശ്രീകല പറയും, എന്തായാലും മരിക്കുന്നതിന് മുന്നേ ദേവിമോളുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട് നമുക്ക് മരിക്കാം ഉദയേട്ടാ, ഞാനത് എന്തായാലും എടുക്കാൻ പോവാ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് കേട്ടോ ശ്രീകല. മോളെ ദേവി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിക്കുക. അമ്മേ, എൻ്റെ കൃഷ്ണൻ നിന്നെ കൈവിട്ടിട്ടില്ലമ്മേ, നമ്മളൊക്കെ രക്ഷപ്പെട്ടു. നീ എന്താ മോളെ ഈ പറയുന്നത്? അമ്മേ ഞാൻ ഗർഭിണിയാണെന്ന് എന്ന് നമ്മുടെ ദേവി പറയൂ കേട്ടോ. അപ്പോൾ ശ്രീകല ചോദിക്കും, നീ എന്താ ഈ പിച്ചും പേയും പറയുന്നേ? അമ്മേ ശരിക്കും ഞാൻ ഗർഭിണിയാണെന്ന്. ആനന്ദേട്ടൻ എന്നെ ആശുപത്രിയിലേക്കല്ലേ കൊണ്ടുവന്നേ. ഇവിടെ ഇപ്പം ചെക്കപ്പൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി, ഞാൻ ശരിക്കും ഗർഭിണിയമ്മേ എന്ന് പറയാം. എന്നും പറഞ്ഞ് ശ്രീകല ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ദൈവം പൂർണ്ണമായിട്ടും കൈവിട്ടിട്ടില്ല, എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം അമ്മയെ തിരിച്ച് കിട്ടിയിരിക്കുന്നേ എന്നൊക്കെ പറയാം. ഞാനിത് അച്ഛനോട് പറയട്ടെ മോളെ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ശ്രീകല. ഉദയേട്ടാ എന്താ ശ്രീകലെ, മോൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുക. നമ്മുടെ മോള് ഗർഭിണിയാണെന്ന്, ദേവി ഗർഭിണിയാണെന്ന്. എപ്പം അത് വിശ്വസിക്കാനാവാതെ ഉദയഭാനു കരയും ചിരിക്കുക എല്ലാം കൂടി ചെയ്യുക. നിങ്ങൾ എന്താ മനുഷ്യ ഈ കാണിക്കുന്നത്? ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട്, സത്യം തന്നെയാണോ നീ പറഞ്ഞേ? പിന്നല്ലാതെ അവളിപ്പം വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ അവൾ ഗർഭിണിയാണെന്ന്. നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ജീവിതമാണ് തിരിച്ചു കിട്ടിയേ. നമുക്ക് മോൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം പൂർവ്വ ശക്തിയോടെ തിരിച്ചു കിട്ടുക ചെയ്തിരിക്കുന്നത് എന്ന് ശ്രീകല പറയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനു പറയും, നമ്മളെ ദൈവം പൂർണ്ണമായിട്ടും കൈവിട്ടിട്ടില്ല അല്ലേ ശ്രീകലെ? അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊരു ഭാഗ്യം നമുക്കുണ്ടാവുമോ? നമ്മുടെ മോളിലേക്ക് ശരിക്കും ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു, നമ്മളൊരു മുത്തശ്ശനും മുത്തശ്ശി ആവാൻ പോകുന്നു. ഇതിനൊക്കെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ ശ്രീകലെ? എന്താ ഉദയേട്ടാ നിങ്ങൾ ഈ പറയുന്നേ? ഈ ഉടായ്പ കാണിച്ചുള്ള എൻ്റെ ഈ ജീവിതം കൊണ്ട് എന്തായാലും ദൈവത്തിന് പോലും ഒരു പരാതിയില്ലെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ പറഞ്ഞൊരു കള്ളം ഇപ്പോൾ സത്യമായി വന്ന് നമ്മുടെ ജീവിതവും നമ്മുടെ മോളുടെ ജീവിതവും ഒരുപോലെ ദൈവം കരകയറ്റിയത്. അതിനർത്ഥം എന്താ? ഈ വഴിയിലൂടെ ഇനിയും നമുക്ക് സഞ്ചരിക്കാമെന്ന് തന്നെയല്ലേ? എന്തായാലും ഞാനതൊന്ന് ആഘോഷിക്കാൻ പോവാ. ഇനിയാ ഈ ഉദയഭാനുവിൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും കാണാനിരിക്കുന്നത് എന്നൊക്കെ ഉദയം പറയുവാണേ. ശ്രീകല പറയും, നിങ്ങൾ എന്തൊക്കെയോ ഉദയേട്ടാ ഈ പറയുന്നേ? സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് എന്താ വല്ല പ്രാന്തായോ മനുഷ്യ എന്ന് ചോദിക്കുക. അതേടി അതെ, എനിക്ക് ഇപ്പം നല്ല പ്രാന്താ എന്നും പറഞ്ഞ് ഒരു ഡെപ്പാങ്കുത്ത് പാട്ടൊക്കെ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഉദയഭാനു അവിടെ കിടന്ന് ഭയങ്കര ഡാൻസാ. ദേ വാ ശ്രീകല എന്നും പറഞ്ഞ് ശ്രീകലേനെയും കൂടെ കൂട്ടുക. രണ്ടുപേരും കൂടി ആടി തിമർക്കുക ഈ സന്തോഷത്തിൽ. അതേസമയം ആനന്ദ് ദേവിയുടെ അടുത്തേക്ക് വരുക. ദേവി, നീ ഇത് ആരെയും ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? വന്നേ പോകാം എന്ന് പറയാം. അത് ആനന്ദേട്ടാ, അതെ ദേവമംഗലത്ത് നിന്ന് ഗോമതിയമ്മ 2-3 തവണ വിളിച്ചായിരുന്നു. നമ്മൾ ആശുപത്രിയിലാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. എവിടെയാണെന്ന് ചോദിച്ചാൽ വിളിച്ച്, ഞാനൊന്നും പറഞ്ഞില്ല. എങ്ങനെയാ എൻ്റെ കാര്യം? എന്നെ ദേവമംഗലത്തേക്ക് കൊണ്ടുപോകാൻ ആനന്ദേട്ടന് കഴിയുമോ? അതോ എന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ട് വിടാനാണോ തീരുമാനം? എന്ത് തീരുമാനമാണെങ്കിലും ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. ആനന്ദേട്ടൻ പറയുന്ന പോലെ ഞാൻ ചെയ്യൂ. ഇനി എന്നെ തിരിച്ച് ദേവമംഗലത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അതിൽപ്പോൾ ഒരു സന്തോഷം എനിക്ക് വേറെ ഇല്ല എന്നൊക്കെ ദേവി പറയാം. എന്തായാലും നമുക്ക് ദേവമംഗലത്തിലേക്ക് ബൈക്കിൽ പോവണ്ട എന്ന് പെട്ടെന്ന് ആനന്ദ് പറയാം. അപ്പം ദേവിക്ക് സങ്കടം വരുക. ആനന്ദേട്ടൻ അപ്പം ഇത്രയും വലിയൊരു കാര്യം അറിഞ്ഞിട്ട് പോലും എന്നോടുള്ള ദേഷ്യം ഒരിക്കലും മാറിയിട്ടില്ലല്ലേ എന്ന് ദേവി ഇങ്ങനെ മനസ്സിൽ പറയാം. അപ്പോൾ ആനന്ദ് പറയും, കൂടുതൽ ചിന്തിച്ച് കാടൊന്നും കയറണ്ട, ഞാൻ പറഞ്ഞത് ബൈക്കിൽ പോവണ്ട എന്ന്. അപ്പോൾ പിന്നെ ആംബുലൻസിൽ പോകാനാണോ ആനന്ദേട്ട എന്ന് പെട്ടെന്ന് ദേവി ചോദിക്കുക. ആംബുലൻസിലോ? താനിത് എന്തൊക്കെയാണോ ഈ പറയുന്നത്? ആംബുലൻസിൽ പോകേണ്ട രോഗമൊന്നും തനിക്കില്ല. അതുമാത്രമല്ല, അയ്യോ ആംബുലൻസ് ഇപ്പം എൻ്റെ വീട്ടുകാർക്കാണ് ശരിക്കും വേണ്ടി വന്നേ
പോയേനെ എന്നൊക്കെ. അപ്പോൾ ദേവി മനസ്സിൽ പറയും, അല്ലല്ല, അത് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയത് ആനന്ദേട്ടാ. താനിവിടെ നിൽക്കുക, ഞാനൊരു കാറ് പോയി വിളിച്ചുകൊണ്ട് വരാം. പിന്നെ തന്നോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ എൻ്റെ കുഞ്ഞ് എനിക്കത് വളരെ പ്രധാനമാണ്. എൻ്റെ എൻ്റെ അമ്മയാവാൻ പോകുന്ന തന്നോട് ഒരിക്കലും ഞാൻ ആ ദേഷ്യവും വിദ്വേഷവും ഒന്നും കാണിക്കുന്നില്ല. താൻ എന്നോട് ചെയ്ത വിശ്വാസവഞ്ചനയൊക്കെ ഞാൻ ഇവിടെ വെച്ച് ക്ഷമിക്കുക. ഇനിയും തൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടായാൽ താൻ ഈ ആനന്ദിനെ ആയിരിക്കില്ല കാണുന്നത് എന്നൊക്കെ ദേവിയോട് ആനന്ദ് പറയണം കേട്ടോ. അതേസമയം നമ്മുടെ ടൂറിന് പോയ ആൾക്കാരുണ്ടല്ലോ, ധർമ്മനും സുകന്യയും. അപ്പോൾ സുകന്യേനെ തപ്പി ധർമ്മൻ അവിടെ എവിടെ എല്ലാം തപ്പി നടക്കുക. ലാസ്റ്റ് സുകന്യേനെ കണ്ടുപിടിക്കുക. അപ്പോൾ സുകന്യയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് ചെല്ലുക. നീ ഇവിടെ നിൽക്കുമായിരുന്നോ, എന്നോടൊരു വാക്ക് പറയാതെ നീ എന്താ സുകന്യെ പോയത് എന്ന് ധർമ്മൻ ദേഷ്യപ്പെട്ട് ചോദിക്കുക. ഞാനിതിന് ധർമ്മേട്ടനോട് ചോദിക്കണം, എനിക്കിഷ്ടമല്ലോ ഞാൻ ചെയ്യും എന്ന് സുകന്യ എടുത്തടിച്ച പോലെ പറയുക. ഞാൻ ഒരു പട്ടിയെ പോലെ നിന്നെ അന്വേഷിച്ച് ഇവിടെ എല്ലാം നടന്നു, എനിക്കും പരിചയമില്ലാത്ത സ്ഥലമല്ലേ, എവിടെയെങ്കിലും പോകുമ്പം പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്നെ പോലെ ഞാനും അങ്ങ് നടന്നേക്കാം, എനിക്കിഷ്ടമുള്ള പോലെ നിന്നോട് പറയാതെ ഞാൻ തോന്നി മാസം അങ്ങ് നടക്കാം എന്ന് ധർമ്മം പറയുക. അത് കേൾക്കുമ്പോൾ സുകന്യ പയ്യൊന്ന് പേടിക്കുവാണേ. അല്ല, നിങ്ങളവിടെ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ സംസാരിച്ച് നിൽക്കുമ്പം അത് നോക്കി നിൽക്കേണ്ട കാര്യം എനിക്കില്ലായിരുന്നു എന്ന് പറയാം. ഇപ്പം ഞാൻ ആ മിണ്ടിക്കൊണ്ട് നിന്ന് ആ പയ്യനാ എനിക്ക് നീ എവിടെയുണ്ടെന്ന് പറഞ്ഞു തന്നത്, ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും സുകന്യ ഇവിടെ കാണുമെന്നും അയാളെ എനിക്ക് പറഞ്ഞു തന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയാണ്. അങ്ങനെ ആവശ്യമില്ലാത്തവരോടൊന്ന് സംസാരിക്കാൻ ധർമ്മേട്ടൻ നിന്നാൽ പിന്നെ ഞാൻ എൻ്റെ വഴിക്കങ്ങ് പോകും എന്ന് ധർമ്മനോട് സുകന്യ പറയാണ്. അപ്പം സുകന്യ പറയും, എന്നാൽ നീ നിൻ്റെ വഴിക്ക് പൊക്കോ, ഞാനും പൊക്കോളാം എന്ന് പറയുമ്പം സുകന്യ അങ്ങ് പേടിച്ചു പോവാം. അതുമാത്രമല്ലല്ലോ സുകന്യെ, ഞാൻ അവിടെ അയാളോട് സംസാരിച്ച് നിന്നപ്പം നിൻ്റെ മുഖത്തൊരു ടെൻഷൻ കണ്ടായിരുന്നല്ലോ, നിനക്ക് അയാളെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് പരിചയമൊന്നുമില്ല. ധർമ്മേട്ടൻ എന്നെ സംശയമാണോ? പ്രായമൊക്കെ ആയില്ലേ, സംശയരോഗം ഉണ്ടല്ലേ ധർമ്മേട്ടന്, അതും എടുത്ത് എൻ്റെ അടുത്തേക്ക് വരുമൊന്നും വേണ്ട. ഇത് സംശയരോഗമൊന്നും അല്ല, എനിക്ക് സംശയം തോന്നിയൊരു കാര്യം നിന്നോട് ചോദിച്ചെന്നേ ഉള്ളൂ, നീ ഇനി അത് വളച്ചൊടിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയാം. അയ്യോ ധർമ്മേട്ടൻ ദേഷ്യപ്പെടാനൊന്നും ഞാൻ പറഞ്ഞതല്ല, ഇനി ഞാൻ എവിടെ പോയാലും ധർമ്മേട്ടനോട് പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ധർമ്മനെ അനുനയിപ്പിക്കാനായിട്ട് സുകന്യ ശ്രമിക്കുകയാണ് കേട്ടോ. എന്തായാലും ധർമ്മൻ ആകെ സങ്കടമാവുക സുകന്യയുടെ ഈ പെരുമാറ്റവും ഒക്കെ കാണുമ്പം. അതേസമയം ദേവി നമ്മുടെ ആനന്ദോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നല്ലോ. ഒരു പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ആനന്ദാണെങ്കിൽ ഒരു പുളി എടുത്ത് ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുക. ഇതെന്താ ആനന്ദേട്ടാ, ഈ സമയം ഈ വക സാധനങ്ങളൊക്കെ തിന്നാൻ ആഗ്രഹം കാണുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് പുളിയാ, തനിക്ക് ഇഷ്ടമാകുമെന്ന് കരുതി ഞാൻ മേടിച്ചതാ, താനിത് കഴിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ആനന്ദ് തൻ്റെ നേരെ നീട്ടി നിൽക്കുന്ന പുളിക്കഷ്ണം ദേവി ഒരു നിധി കിട്ടിയ പോലെയാണ് കേട്ടോ വാങ്ങുന്നത്. എൻ്റെ ആനന്ദേട്ടൻ ഗർഭിണിയായ ശേഷം എനിക്ക് ആദ്യം മേടിച്ചു തരുന്ന സാധനമല്ലേ, അത് എനിക്ക് നിധി തന്നെയാ എന്ന് പറഞ്ഞ് ദേവി ഇങ്ങനെ മനസ്സിൽ പറയാം. എന്തായാലും എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, എൻ്റെ ആനന്ദേട്ടൻ എന്നോട് ക്ഷമിച്ചല്ലോ, ഇതിൽ പരം എന്ത് സന്തോഷമാണ് ഇനി ദേവിക്ക് വേണ്ടത്. ദേവമംഗലത്തുള്ള ആരെയും എനിക്ക് നഷ്ടപ്പെടില്ലല്ലോ, സന്തോഷത്തോടെ സമാധാനത്തോടെ എനിക്കിനി ദേവമംഗലത്ത് ജീവിക്കാലോ എന്നൊക്കെ ദേവി ഇങ്ങനെ മനസ്സിൽ സന്തോഷത്തോടു കൂടി തന്നെ പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ദേവമംഗലത്തേക്ക് പോവാൻ തയ്യാറായിട്ട് നിൽക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.